അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹത്തിനു ശേഷം ഒരു മകൾക്ക് തന്റെ രക്ഷാകർത്താക്കളോടുള്ള കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? അവൾ ഭർത്താവിനെയാണോ അവളുടെ രക്ഷാകർത്താക്കളെയാണോ അനുസരിക്കേണ്ടത്? സഹോദരിയുടെ ചോദ്യം: വിവാഹത്തിനു ശേഷം ഒരു മകൾക്ക് തന്റെ രക്ഷാകർത്താക്കളോടുള്ള കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? അവൾ ഭർത്താവിനെയാണോ തന്റെ രക്ഷാകർത്താക്കളെയാണോ അനുസരിക്കേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ അവൾ രണ്ടുപേരെയും അനുസരിക്കണം. രണ്ടുപേരെയും അനുസരിക്കുക എന്നതാണ് ഉത്തമം. ഒരു തർക്കമുണ്ടായാൽ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? സ്വാഭാവികമായും വിവാഹത്തിന് മുൻപ് രക്ഷാകർത്താക്കളെ അനുസരിക്കുന്നതാണ് പ്രധാനം. വിവാഹത്തിന് ശേഷവും പ്രധാനം തന്നെ. പക്ഷെ വിവാഹത്തോടു കൂടി അവൾ മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്നു. രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ടായാൽ ആരാണ് ഖുർആനിനോടും നബിചര്യയോടും കൂടുതൽ യോജിച്ചു നിൽക്കുന്നതെന്ന് നോക്കണം. അത് ഭർത്താവാണോ രക്ഷാകർത്താക്കളാണോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൾ തീരുമാനമെടുക്കേണ്ടത്. ഇനി രണ്ടുപേരും നിഷ്പക്ഷമായ അവസ്ഥയിലാണെങ്കിൽ ഒരു കൂട്ടരുടെ വീക്ഷണം നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരുടെയും തൃപ്തി ലഭിക്കുകയും രണ്ടുപേരെയും അനുസരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി രണ്ടുപേർക്കുമിടയിൽ തർക്കമുണ്ടാകുന്നു. രണ്ടുപേരും ഒരേപോലെ ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാണെങ്കിൽ സ്വാഭാവികമായും വിവാഹത്തിനു ശേഷം ഭർത്താവിലേക്കായിരിക്കും നിങ്ങളുടെ ചായ്വ്. കാരണം നിങ്ങൾക്ക് പരിപാലിക്കാൻ ഒരു കുടുംബമുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ രക്ഷാകർത്താക്കൾ ഒഴിവാക്കണമെന്നോ അനുസരിക്കേണ്ടായോന്നോ അല്ല. രണ്ടുപേരും ഖുർആനിനും സുന്നത്തിനും എതിരല്ല. ഏതെങ്കിലും ഒരാളെ മാത്രമാണ് നിങ്ങൾ അനുകൂലിക്കേണ്ടതെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അവസാന രക്ഷാമാർഗമെന്ന നിലയ്ക്ക് നിങ്ങൾ രണ്ടുപേരെയും അനുസരിക്കാൻ ശ്രമിക്കണം. പക്ഷേ ചായ്വ് പോകുന്നത് ഭർത്താവിലേക്കാണ്. കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബം ഭർത്താവുമായിട്ടുള്ളതാണെന്നതുകൊണ്ടാണ്. അതിനർത്ഥം നിങ്ങളുടെ രക്ഷാകർത്താക്കൾ അടുത്തവരല്ലെന്നല്ല. അതേസമയം നിങ്ങളുടെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെയും അനുസരിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.